ജ്ഞാനമുണ്ടെങ്കിൽ ഇതെല്ലാം അതുകൊണ്ടാണ് ആത്മീയമായിട്ട് നമ്മൾ കഴിയുമ്പോൾ എല്ലാ ആത്മീയ കാര്യങ്ങളിലാണ്, ആത്മാവിലാണ്. ജഡത്തിലുള്ളവരെല്ലാം മോശത്തരം 1 Corinthians 2:14 ദൈവാത്മാവിന്റെ ദാനങ്ങള് എല്ലാം മോശത്തരമാണ്. കണ്ടോ? ഇപ്പൊ നിങ്ങളെ മാർക്കറ്റിൽ ഇരിക്കുന്ന പച്ചക്കറി കച്ചവടക്കാരനെ വിളിച്ചോണ്ടോ, അല്ലെങ്കിൽ ഇറച്ചോട്ട് ഇതൊക്കെ കാണിച്ചു കൊടുത്തത് ഇതൊക്കെ എനിക്ക് ചെയ്യാന്ന് പറയും. കണ്ടോ? ഒക്കെ പറഞ്ഞിട്ട് പോകും. ഇത് ദൈവത്തിന്റെ ദാനമാണ്. യോഹന്നാൻ 14:15-23 എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ കൽപ്പനകൾ പാലിക്കും, ഇല്ലേ? അപ്പോൾ ഞാനും എന്റെ പിതാവും വന്ന് അവരിൽ വാസമർപ്പിക്കും. പരിശുദ്ധാത്മാവിൽ ജ്ഞാനം വേണം നമുക്ക് എല്ലാവർക്കും. കണ്ടോ? അവസാന നാളുകളിൽ പരിശുദ്ധാത്മാവില്ലാത്തവർ അനേകർ വരും. അതാ യൂദാസ് പറയുന്നത് 18-20 പരിശുദ്ധാത്മാവില്ലാത്തവർ അനേകർ വരും. അവർ അനേകരെ വഞ്ചിക്കും, മഹിമയുടെ ദുഷിക്കാൻ. അതെ, വിശുദ്ധി ഇല്ലാത്തവരായി അവരാണ് 2 തിമോത്തി 3:1-10 മനസ്സില്. അത് നിങ്ങൾ ഓർക്കുകയാണെന്ന് വായിച്ചിട്ടുണ്ടെങ്കിൽ പൗലോസ് പറയുന്നത്, ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക. എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക. ആരോടാ പറയുന്നത്? നമ്മളോട്. അവസാന നാളുകളിൽ ക്ലേശപൂർണമായ സമയങ്ങൾ വരും. ക്ലേശപൂർണമായ സമയങ്ങൾ വരും. ആരും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലം. അപ്പോൾ സ്വാർത്ഥ സ്നേഹികളും ധനമോഹികളും അഹങ്കാരികളും ഗർവിഷ്ഠരും ദൈവദൂഷകരും മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവരും കൃതജ്ഞരും വിശുദ്ധിയില്ലാത്തവരുമായ മനുഷ്യരുണ്ടാകും. അവർ മനുഷ്യത്വമില്ലാത്തവരും ഒന്നിനും വഴങ്ങാത്തവരും അപവാദം പറയുന്നവരും ആത്മനിയന്ത്രണമില്ലാത്തവരും ക്രൂരന്മാരും നന്മയെ വെറുക്കുന്നവരും വഞ്ചകരും എടുത്തുചാട്ടക്കാരും അഹന്തയുള്ളവരും ദൈവത്തെ സ്നേഹിക്കുന്നതിന് പകരം സുഖഭോഗങ്ങളിൽ ആസക്തിയുള്ളവരുമായിരിക്കും. അവർ ഭക്തിയുടെ ബാഹ്യരൂപം നിലനിർത്തിക്കൊണ്ട് അതിന്റെ ചൈതന്യത്തെ നിഷേധിക്കും. കണ്ടോ? ഇതെല്ലാം വിശുദ്ധ പൗലോസിന്റെ അഗാധ ജ്ഞാനത്തോട് നമ്മളോട് പറഞ്ഞറിയിക്കുകയാണ്. അവരിൽ നിന്ന് അകന്നു നിൽക്കുക. അവരിൽ നിന്ന് അകന്നു നിൽക്കുക. നമുക്ക് വിവേചനപരം വേണം. അതാണ് 1 Corinthians 12:10 വിവേചനപരം നമുക്ക് എല്ലാവർക്കും വേണം. അവരിൽ ചിലർ വീടുകളിൽ നുഴഞ്ഞു കയറി അതാണ് ഫാൾസ് പ്രോഫറ്റ്സ്. വീടുകളിൽ നുഴഞ്ഞു കയറി ദുർബലങ്ങളും പാപങ്ങൾ ചെയ്തു കൂട്ടിയവരും വിഷയാസക്തിയാൽ നയിക്കപ്പെടുന്നവരുമായ സ്ത്രീകളെ വശപ്പെടുത്തുന്നു. ഇതെല്ലാം പൗലോസിന് അറിയാം. സ്ത്രീകളെ വശപ്പെടുത്തും. ഈ സ്ത്രീകൾ ആര് പഠിപ്പിക്കുന്നത് കേൾക്കാൻ തയ്യാറാണ്. അവരാര് പഠിപ്പിക്കുന്നത് കേൾക്കാൻ തയ്യാറാണ്. എന്നാൽ സത്യത്തെ പറ്റിയുള്ള പൂർണ്ണ ജ്ഞാനത്തിൽ എത്തിച്ചേരാൻ അവർക്ക് സത്യമുണ്ടാ? വാചനമില്ലാത്തതുകൊണ്ടാണ്. കണ്ടോ? വചനമുണ്ടെങ്കിലും നിങ്ങൾ വഞ്ചിക്കാൻ പറ്റുമോ? ഇല്ല. എല്ലാം വരും. വലിയൊക്കെ വീട്ടിലോട്ട് വിളിച്ചു കയറ്റുമോ? ഇല്ല. വചനം എവിടെയാണ്? 29-36 ഉള്ളവനെല്ലാം വീട്ടിലോട്ട് വിളിച്ച് കയറ്റരുത്. കണ്ടോ? എല്ലാവരെയും വീട്ടിലേക്ക് വിളിക്കരുത്. കൗശലക്കാരന്റെ ഉപായങ്ങൾ നിരവധിയാണ്. അവർ കതറക്കിട്ട് വന്നാലോ? കതറിട്ട് നല്ല രാഷ്ട്രീയക്കാരനെ നീളത്തില് തീർച്ചയായിട്ടും ഒട്ടുമില്ല. ഇതെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം. കേട്ടോ? കൂട്ടിലടച്ച പക്ഷിയെ പോലെയാണ് അഹങ്കാരിയുടെ മനസ്സ്. അഹങ്കാരിയുടെ മനസ്സെങ്ങനെയാണ്? കൂട്ടിലടച്ച പക്ഷിയെ പോലെ പറഞ്ഞിട്ടാലോ? അതുപോലെയാണ് അഹങ്കാരിയുടെ മനസ്സ്. ചാരനെ പോലെ അവൻ ചില ദൗർബല്യങ്ങൾ ഉറ്റു നോക്കുന്നു. ചാരനെ പോലെ വീട്ടിലിരുന്നിട്ട് അവിടെ ഇരിക്കുന്ന കുപ്പിയൊക്കെ നോക്കും. ഏതൊക്കെ കുപ്പിയാണ് അവിടെ ഇരിക്കുന്നത്? അപ്പൊ ഇരിക്കുന്നതിനാണ്. എന്തായാലും നിങ്ങൾ കാത്തരം വേണ്ടി തരാൻ പറ്റുള്ളൂ. എല്ലാം ചാരനെ പോലെ ചില ദൗർബല്യങ്ങൾ ഉറ്റു നോക്കുന്നു. അവിടെ ഒരു വഴക്ക് നടക്കുന്നുണ്ടാകും നോക്കും. ഭാര്യയും ഭർത്താവ് എന്തിനാണ്? ഒന്നുകൂടി കൂട്ടിക്കൊടുക്കാൻ എന്തായാലും കൂടിനെ കൈ കിട്ടുള്ളൂ. അതാണ് വീക്ക്നെസ് എല്ലാം അവൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ നന്മയെ തിന്മയാക്കാൻ അവൻ നോക്കിയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ അറിയാൻ തന്നെയായിരിക്കും. നന്മയെ തിന്മയാക്കാൻ അവൻ നോക്കിയിരിക്കുകയാണ്. കേട്ടോ? സൽപ്രവൃത്തികളിലും അവൻ കുറ്റം കണ്ടുപിടിക്കും. നിങ്ങളുടെ ഏത് പ്രവൃത്തികളിലും അവൻ കുറ്റം കണ്ടുപിടിക്കും. കാട്ടുതീ പടർത്താൻ ഒരു കനൽ മതി. അതുകൊണ്ടാണ് എല്ലാവരും ഏത്
ആണ് നന്നായിട്ട് വായിച്ചിരിക്കേണ്ടത് പറയാം. യാക്കോബ് 3:1-12 വേണം. എല്ലാവരും നന്നായിട്ട് വായിച്ചിരിക്കണം. നാവിനെ നിയന്ത്രിക്കാൻ അറിഞ്ഞിരിക്കണം. നാവിനെ നിയന്ത്രിച്ചാൽ ശരീരം മുഴുവൻ നിയന്ത്രിച്ചു. അതാണ് യഥാർത്ഥ ഭക്തി എന്ന് പറഞ്ഞാൽ. യാക്കോബ് 26:27 നമ്മളെ നാവിനെ നിയന്ത്രിക്കുക, വിധവകളെയും അനാഥരെ ഇതേപോലെ സഹായിക്കുക, നമ്മളെ തന്നെ വിശുദ്ധിയായി പാലിക്കുക. ഇതാണ് യഥാർത്ഥ ഭക്തി. രക്തച്ചൊരിച്ചിലൊരു അവസരം കാത്തിരിക്കുകയാണ് പാപി. നീചനെ സൂക്ഷിക്കുക, അവന്റെ മനസ്സ് നിറയെ തിന്മയാണ്. കേട്ടോ, അപ്പൊ നീതിനെ സൂക്ഷിക്കണം. അവന്റെ മനസ്സ് നിറയെ തിന്മയാണ്. അവൻ നിന്റെ മേൽ മായാത്ത കറ പുരട്ടും. കറ പുരട്ടാൻ എങ്ങനത്തെ കറ പുരട്ടും? മായാത്ത കറ പുരട്ടും. ഒരു നുണ ഉണ്ടാക്കിയാൽ വേണ്ടി തറപ്പിച്ച് പറഞ്ഞാൽ ഇത് തന്നെ. നിങ്ങൾ ദൈവഭക്തിയിലാണെങ്കിലോ തൊടുമോ? എന്ത് വേണമെങ്കിലും പറഞ്ഞു അത് നന്മയ്ക്കായിട്ട് മാറ്റി. അതാണ് തിന്മ പ്രവർത്തിച്ച് എനിക്ക് നന്മയായിട്ട് ഭവിച്ചതല്ല. ആ 50-20 ജോസഫ് പറയുന്നത്. ആ ജോസഫിനെ പഠിച്ച് ആ പൊട്ടക്കിണർ ഇട്ടില്ലെങ്കിൽ എല്ലാം നന്മയ്ക്കായിട്ട് അവസാനം. ഈശോയിൽ വന്നവർക്ക് എല്ലാം നന്മയ്ക്കായിട്ടാണ്. ആണോ? എല്ലാം നന്മയ്ക്കായിട്ട്. ഇത് വരും. അപരിചിതനെ വീട്ടിൽ കയറ്റിയാൽ അവൻ നിന്നെ ദ്രോഹിക്കും. സ്വഭവനത്തിൽ നീ അന്യനായി തീരും. നീ അന്യനായി തീരും. ഉണ്ടോ? അതിന്റെ ഗവൺമെന്റ് മന്ത്രവും ചെയ്യും, ഒളുക്കുകയും ചെയ്യും. അതും കൊണ്ടുവന്നവർക്കും ഇതും തരും. നിങ്ങൾക്ക് വിശ്വാസമില്ലെന്ന് ഈശോയിൽ ഇല്ലെന്ന് അതിനകത്ത് മന്ത്രം. അതാണ് സംഖ്യ 23-23. യാക്കോബിനാണ് എടുക്കാത്തത്. യാക്കോബാണോ? ഇപ്പോഴായി. നേരത്തെ യാക്കോബാണോ? അല്ല, ഇല്ല. ഇപ്പൊ മനുഷ്യനൊക്കെ പാലിക്കാൻ തുടങ്ങിയപ്പോ, കേട്ട് വരാൻ തുടങ്ങിയപ്പോ, റോമൻ 10:17 വിശ്വാസികളായി വന്നപ്പോ തുടങ്ങിയപ്പോ കണ്ടോ, കേൾവിയിൽ കൂടിയാണ് വിശ്വാസം. അത് വായന കേട്ട് വന്നപ്പോ ആദ്യത്തെ പോലെയാണോ? അല്ല. ആദ്യം മനം കേട്ട പോലെയാണെന്നോ? അല്ല, ഇല്ല. കണ്ടോ? അപ്പൊ യാക്കോബായി യോഹന്നാൻ എന്റെ വചനത്തിൽ നിലനിൽക്കുന്നവനാണ് യഥാർത്ഥ ശിഷ്യ. യഥാർത്ഥ ശിഷ്യൻ. യാക്കോബ് തന്നെ ആ 9:12 ദൈവവുമായി രാത്രി മുഴുവൻ പിടിച്ച നാൽപ്പെടുത്തം ബുദ്ധിയാണോ? ആത്മാവിനാണ് വേദിക്കേണ്ടത്. അത് രാത്രി മുഴുവൻ പ്രാർത്ഥിച്ച് കണ്ടോ, ഉറങ്ങാതെ നാൽപ്പെടുത്തം നടത്തിയപ്പോ ദൈവം കൃപ കൊടുത്തു. കണ്ടോ, ഇനിമേൽ നീ യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും. ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും. കാരണം ദൈവത്തോടും മനുഷ്യനോട് നീ മല്ലടിച്ച് ജയിച്ചിരിക്കുന്നു. അതെ, 1 മണിക്കൂർ രാത്രി പ്രാർത്ഥിക്കുന്നത് ദൈവമാണ്. അത്രയും വന്നിട്ടേ കൃപയിൽ. ഇനിയില്ലാത്തവർ പ്രാർത്ഥിക്കണം കേട്ടോ. ടൈപ്പിച്ച എന്തെങ്കിലും വെക്കണം കേട്ടോ. അല്ലെങ്കിൽ അങ്ങോട്ടൊന്ന് ഒരു ഫോൺ ബില്ലടിച്ചാൽ 2 പേര് ഇതിനെ കിടന്നിൽ കിടന്ന് ഉറങ്ങിക്കരുത്. ആ 1 മണിക്കൂർ ഇങ്ങനെ പ്രാർത്ഥിച്ച് വരുമ്പോഴാണ് ഈ പ്രാർത്ഥന ശക്തി. അത് ഈശ്വരല്ല ഒറ്റയ്ക്ക് പോയി പ്രാർത്ഥിക്കുന്നത്. ആ ശിഷ്യന്മാരെല്ലാം തിരഞ്ഞെടുത്ത് രാത്രി മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ശിഷ്യന്മാരെല്ലാം എടുക്കുന്നു. നമ്മൾ തീരുമാനം എടുക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം. ഈ യേശയ്യ 31 പറയാം 1-2 ദൈവത്തോട് ആലോചന ചോദിക്കാതെ കർത്താവിനോട് ആലോചന ചോദിക്കുകയോ ഇസ്രായേലിന്റെ പരിശുദ്ധനിലേക്ക് ദൃഷ്ടി ഉയർത്തുകയോ ചെയ്യാതെ സഹായം തേടി ഈജിപ്തിലേക്ക് പോവുകയും കുതിരയിൽ ആശ്രയിക്കുകയും രഥങ്ങളുടെ എണ്ണത്തിലും കുതിരപ്പടയാളികളുടെ കരുത്തിലും വിശ്വാസം അർപ്പിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം. കണ്ടോ, നമ്മുടെ സ്വന്തം കഴിവ് ആശ്രയിച്ചു പോയാൽ ദുരിതമാണ്. അതുകൊണ്ടാണ് ദൈവത്തോട് ചോദിച്ചിട്ട് വേണം. ആ ജന്മ 33:3 ഫോൺ നമ്പർ ഉണ്ടാകുന്നില്ലേ? വിളിച്ചാൽ ഉത്തരം തരാമല്ലേ? നീ വിളിക്കുക, ഞാൻ ഉത്തരം തരും. അവിടുത്തെ നാമം കർത്താവെന്നാണ് അരുളി ചെയ്യുന്നു. എന്നെ വിളിക്കുക, ഞാൻ മറുപടി നൽകും. എന്നെ വിളിക്കുക, ഞാൻ മറുപടി നൽകും. നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വം നിഗൂഢവുമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും. എല്ലാം. അപ്പൊ ആദ്യത്തെ ഫോൺ എൻഗേജഡ് ആണെങ്കിൽ സംഗീതം 17:6 രണ്ടാമത്തെ ഫോൺ എടുക്കുക, വിളിക്കാൻ വിളിക്കുക. അവരെ ഉത്തരം തരുമോ? തരും. കണ്ടോ, ഇതൊന്നും ചോദിക്കാതിരിക്കുന്നവരാണോ കിട്ടാൻ? ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു, ദൈവമേ അങ്ങ് എനിക്ക് ഉത്തരം അരുളും.
അങ്ങ് ചെവി ചായ്ച്ച് എന്റെ വാക്ക് കേൾക്കണമേ. അതെ, അതുകൊണ്ടാണ് സക്രിയ പ്രവാചകൻ 11:9 ആ ഫോണും ശരിയായില്ലെങ്കിൽ ഒപ്പം വേണമെങ്കിൽ സക്രിയ 11:9 എടുക്കണം. സക്രിയ 13:9. ഈ മൂന്നിലൊരു ഭാഗത്തെ വെള്ളി എന്ന പോലെ ഞാൻ അഗ്നിശുദ്ധി വരുത്തും, സ്വർണം എന്ന പോലെ ഞാൻ മാറ്റി പരിശോധിക്കും. അവർ ശരിക്കും ശുദ്ധീകരിച്ചുകൊണ്ടിരുന്നത്. അവരെന്റെ നാമം വിളിച്ചപേക്ഷിക്കും, ഞാൻ അവർക്ക് ഉത്തരമരുളും. അവർക്ക് ഉത്തരമരുളും.